24 ബ്രേക്കിംഗ്. ലീഗ് മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ കാലതാമസം ഉണ്ടാകില്ലെന്ന് നേതാക്കൾ പറയുകയാണ്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടൻ മന്ത്രിമാരെ പ്രഖ്യാപിക്കുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹമീദ് 24നോട് പറഞ്ഞു. ഒരു തർക്കവും മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ലീഗിലുണ്ടാകില്ല എന്ന് അബ്ദുൽ ഹമീദ് പറഞ്ഞു. മുഖ്യമന്ത്രി തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ലീഗിന്റെ മന്ത്രിമാരെ പ്രഖ്യാപിക്കും. അതിലൊരു പ്രശ്നം, ഒരു സംശയമല്ല. ഉത്തരവാദപ്പെട്ട നമ്മുടെ ലീഡർഷിപ്പ് ആ കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റക്കും തെറ്റായിട്ടും ആലോചിക്കേണ്ട ആൾക്കാരോടൊക്കെ ആലോചിച്ചിട്ടും ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലീഗിന്റെ കാര്യത്തിൽ ഒരു മിനിറ്റ് മുന്നോട്ട് പോകില്ല, വളരെ പെട്ടെന്ന് തീരുമാനം ഉണ്ടാവും. ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേർന്നത്. ഗോകുൽ, അപ്പോൾ മന്ത്രിസ്ഥാനം ആർക്കൊക്കെ എങ്ങനെയൊക്കെ നൽകണം എന്നുള്ള കാര്യത്തിൽ ലീഗിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം വേണം ഇതൊക്കെ കുടഞ്ഞ് പുറത്തേക്ക് ഇടാൻ എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതികരണം? അതുതന്നെയാണ്, കടുത്ത ആത്മവിശ്വാസത്തിലാണ് ലീഗ്. തെരഞ്ഞെടുപ്പിന് ഏത് രീതിയിലാണോ മുസ്ലിം ലീഗ് നേരിട്ടത്, അതേ ആത്മവിശ്വാസം മന്ത്രിമാരെ സംബന്ധിച്ച കാര്യത്തിലും ഏതൊക്കെ പദവികൾ ലഭിക്കുമെന്നതിനെ സംബന്ധിച്ച കാര്യത്തിലും മുസ്ലിം ലീഗിനുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയെന്നാണ് ഹമീദ് മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഈ മുഖ്യമന്ത്രി ചർച്ച ഈ രീതിയിൽ നീണ്ടുപോകുന്നതിൽ കടുത്ത അമർഷം നേതാക്കൾക്കും അണികൾക്കുമുണ്ട്. ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ മരണ വീട്ടിലോ ആളുകൾ കൂടുന്ന ഇടത്തേക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു. അത് അവസാനിപ്പിക്കണം എന്നൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതിനാൽ തന്നെ ലീഗിന്റെ കാര്യത്തിൽ ലീഗിൽ ആരൊക്കെ മന്ത്രിമാരാവും, എത്ര മന്ത്രിമാരാവും ഉണ്ടാകുമെന്നതിനെ സംബന്ധിച്ച കാര്യത്തിൽ ഒരു തരത്തിലും ഒരു വൈകാനുള്ള ഒരു കാലതാമസം ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നേരത്തെ 5 മന്ത്രിമാരായിരുന്നു ഉണ്ടായത്. മഞ്ഞളാംകുഴി എലിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമുക്ക് അറിയുന്നതുമാണ്. 5 മന്ത്രിസ്ഥാനങ്ങൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. 5 മന്ത്രിമാർ തന്നെ കിട്ടണമെന്നൊരു താല്പര്യമുണ്ട്. പക്ഷേ ഈ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്കൊക്കെ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോയതിനാലും മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ UDF അണികൾക്ക് ഈ വിജയം ആ രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കാത്തതിനാലും ഒരുപക്ഷെ 5 മന്ത്രിമാർ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉന്നത പദവി ഇതിൽ തൃപ്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഈ രീതിയിലുള്ള വിജയം നേടിയതിനാൽ തന്നെ 5 മന്ത്രിസ്ഥാനം പ്രതീക്ഷിക്കുന്നു. അത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തേക്ക് വിഭജിച്ചു കൊടുക്കാനുള്ള ഒരു താല്പര്യം ലീഗിനുണ്ട്. കാരണം പാലക്കാടും കാസർഗോഡും കോഴിക്കോടും ഒക്കെ മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. തീർച്ചയായിട്ടും PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ തുടങ്ങിയവർ എന്തായാലും മന്ത്രിയാവും. അതോടൊപ്പം തന്നെ ആബിദ് ഹുസൈൻ തങ്ങൾ മന്ത്രിയാവാനുള്ള സാധ്യതയുണ്ട്. MK മുനീർ വേങ്ങരയിൽ നിന്നാണ് മത്സരിച്ചതെങ്കിലും അദ്ദേഹത്തിന് കോഴിക്കോടിന്റെ പ്രാതിനിധ്യം എന്നുള്ള രീതിയിൽ മന്ത്രിയാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കരുതപ്പെടുന്നു. N ഷംസുദ്ദീൻ പാലക്കാട് നിന്ന് തീർച്ചയായും മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ AK അഷ്റഫ് കാസർഗോഡ് നിന്ന് മഞ്ചേശ്വരത്ത് നിന്ന് വലിയ വിജയം നേടിയ AK അഷ്റഫിനെയും ഈ രീതിയിൽ പരിഗണിക്കുമെന്നൊരു താല്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ MK മുനീർ, PK അബ്ദുൾ റബ്ബ് തുടങ്ങിയ ആളുകളെയും പരിഗണിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിനൊരു ധാരണയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരൊന്നും ഇത്തവണ മത്സരത്തിലുണ്ടായിരുന്നില്ല. അതേസമയം ഇവരെ പരിഗണിക്കണമെന്നൊരു താല്പര്യം മുസ്ലിം ലീഗിന് അണികൾക്കുണ്ട്. അവരെ മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. വളരെ വേഗത്തിൽ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ മാറ്റി നിർത്തപ്പെട്ട ആളുകൾ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്ത ആളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിൽ ഒരു തീരുമാനമായിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അത് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്നൊരു കാര്യം കൂടി, അത്തരം ഒരു ആത്മവിശ്വാസം കൂടി മുസ്ലിം ലീഗ് പങ്കുവെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.